പശ്ചിമേഷ്യയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അശാന്തി അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ ഭീകര ഭരണകൂടത്തെയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും വേരോടെ പിഴുതെറിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ മറ്റൊരു വൻ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന നിർണായക സൈനിക നീക്കങ്ങളുടെ വ്യക്തമായ സൂചനയാണ്. അവർ നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇപ്പോൾ നമ്മൾ അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നെതന്യാഹുവിന്റെ വാക്കുകൾ ഇസ്രായേൽ കൈവരിച്ച തന്ത്രപരമായ മേൽക്കൈ വെളിപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ ഇറാനെതിരെ രഹസ്യ നീക്കങ്ങളും സൈബർ ആക്രമണങ്ങളും നടത്തിയിരുന്ന ഇസ്രായേൽ ഇപ്പോൾ പരസ്യമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ നിഴൽ സൈന്യങ്ങളെ തകർക്കുന്നതിലൂടെ ഇറാന്റെ കൈകൾ കെട്ടാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാൽ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. ഈ ആശങ്ക നിലനിൽക്കെയാണ് നെതന്യാഹുവിന്റെ പുതിയ മുന്നറിയിപ്പ് വരുന്നത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നിലുള്ള ഇറാന്റെ സാമ്പത്തിക സൈനിക കരുത്ത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പോരാട്ടം ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഇസ്രായേലിന്റെ കർക്കശമായ നിലപാട് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെയും സഖ്യകക്ഷികളെയും അടയാളപ്പെടുത്തിയ മാപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയത്. ഇസ്രായേൽ ഇതിനകം തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നയതന്ത്രപരമായോ അല്ലെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ചോ നീക്കം ചെയ്യുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തി നിൽക്കുകയാണെന്നും ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഹിസ്ബുള്ള, ഹമാസ് എന്നീ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരും. ഇറാൻ നൽകുന്ന പണവും ആയുധവുമാണ് ഈ ഗ്രൂപ്പുകളുടെ കരുത്തെന്നും അത് തകർക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. കൂടാതെ തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗന്റെ നിലപാടുകളെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. കുർദിഷ് വംശജരെ കൂട്ടക്കുരുതി നടത്തുന്ന എർദോഗൻ ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലെബനൻ ഭരണകൂടം കഴിഞ്ഞ ആഴ്ചകളിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി പലതവണ ഇസ്രായേലിനെ ബന്ധപ്പെട്ടതായി നെതന്യാഹു വെളിപ്പെടുത്തി. എന്നാൽ ഇതിന് ഇസ്രായേൽ കർശനമായ 2 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലെബനൻ മണ്ണിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ ആയുധശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണം എന്നായിരുന്നു ഒന്ന്. മറ്റൊന്ന്, ഈ സമാധാന ഉടമ്പടി വെറും ഒരു താൽക്കാലിക വെടിനിർത്തലല്ല, മറിച്ച് തലമുറകളോളം നിലനിൽക്കുന്ന യഥാർത്ഥ കരാറായിരിക്കണം എന്നതായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയെ ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. മുൻപ് നിഴൽ യുദ്ധങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരുന്ന ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഒരു പ്രാദേശിക യുദ്ധം ഒഴിവാക്കണമെന്ന സമ്മർദ്ദം ജോ ബൈഡൻ ഭരണകൂടം ചെലുത്തുന്നുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനകൾ നയതന്ത്ര ചർച്ചകൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ടെന്ന ചോദ്യം അവർ ഉയർത്തുന്നു. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ തങ്ങളുടെ പക്കലുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വളരെ അടുത്താണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതാക്കുക എന്നത് കേവലം ഒരു താല്പര്യമല്ല, മറിച്ച് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനങ്ങളെയും ഇസ്രായേലിന്റെ സൈനിക തീരുമാനങ്ങളെയും ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെയും ആശങ്കയോടെയുമാണ് നോക്കിക്കാണുന്നത്. ഓരോ രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ ഒരു പൂർണ്ണമായ യുദ്ധം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുമ്പോഴും പ്രത്യാക്രമണങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പക്കലുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണ്. ഇസ്രായേലിന്റെ സൈനിക വീര്യവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണികളും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ മേഖലയെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ.